മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർസണൽ മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. ആർസണൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഹ്യൂമിലിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല. 5-1 ഒരു വലിയ വിക്ടറിയാണ് ഇന്ന് ആർസണൽ നേടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ മത്സരത്തില് ഹാലണ്ട് ആർത്തേറ്റയോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വാചകം തന്നെയാണ്, ബി ഹംബിൾ. ശരിക്കും പറഞ്ഞാൽ ഹംബിൾ ചെയ്യിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ആർസണലിന്റെ സൈഡിൽ നിന്ന് നമ്മളിന്ന് കണ്ടത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോ കളി തുടങ്ങി 2-ാം മിനിറ്റിൽ തന്നെ അകാഞ്ചിയുടെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് വരികയാണ്. ഇന്നത്തെ സിറ്റിയുടെ ഡിഫൻസ് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മിസ് പാസുകളും പല സ്ഥലത്തും ഡിഫൻസ് ഒക്കെ വൈഡ് ഓപ്പൺ ആയിരുന്നു. ഇതൊക്കെ മുതലാക്കാൻ ആർസണലിൽ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അകാഞ്ചി കിട്ടിയിട്ടുള്ള ഒരു ബോള് പുള്ളി മിഡ്ഫീൽഡിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് ആർസണൽ റിട്രീവ് ചെയ്യുന്നു. കായ് ഹവേർട്സ് ഈ ബോളുമായിട്ട് ലെഫ്റ്റ് വിങ്ങിലേക്ക് പോയി ഒരു സ്ക്വയർ പാസ് ഓഡിഗാർഡിന്റെ കാലിലേക്ക് എത്തിച്ചു. ഓഡിഗാർഡ് കിടിലം ഫിനിഷോടെ 2-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ആർസണൽ എത്തുകയാണ്. ആ സമയത്ത് ആർസണൽ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ബോളുകൾ മിഡ്ഫീൽഡിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ ആർസണലിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ കായ് ഹവേർട്സിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഞാൻ ഒരു കായ് ഹവേർട്സ് ഹെയ്റ്റർ ഒന്നുമല്ല, പക്ഷെ കഴിഞ്ഞ വീഡിയോക്ക് ശേഷം ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. അണ്ണനെ കുറിച്ച് ചൊല്ലക്കൂടാതെ, അണ്ണൻ ഗോട്ടിടാ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സിൽ ഒരുപാട് പേര് പുള്ളിയെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്നൊരു ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. പുള്ളി ഒരു അസിസ്റ്റ് കൊടുത്തു, ഒരു ഗോൾ അടിച്ചു. പക്ഷെ മിസ്റ്റേക്കുകളെ പറ്റി എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറയണം. ഇന്ന് പുള്ളി മിസ് ചെയ്തിട്ടുള്ള ആ ചാൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ചാൻസുകളാണ്. ഓപ്പൺ ബോക്സിൽ പുള്ളിക്കൊരു 10 സെക്കൻഡ് ഉണ്ട്. അടുത്ത് സിറ്റിയുടെ ഒരു ഡിഫൻഡേഴ്സ് പോലും ഇല്ല. പുള്ളിക്ക് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാൻ ഒരു 5 സെക്കൻഡ്സ് കിട്ടി. എന്നിട്ട് പുള്ളി ആ ബോൾ പുറത്തേക്ക് അടിച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ, നിനക്ക് പോയി ഗോൾ അടിച്ചൂടെ, അല്ലെങ്കിൽ പ്രഷറാണ് ഇവിടെ. അതൊക്കെ ശരിയാണ്. ഒരു പ്ലെയറിന് നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്നത് ഗോൾ കീപ്പറെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് മാത്രമാണ്. ഞാൻ ഗോൾ അടിക്കണം എന്ന് പറയുന്നില്ല. കാരണം ഗോൾ കീപ്പർക്ക് ആ ഷോട്ട് സേവ് ചെയ്യുക, ഷോട്ട് ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ വേണ്ടി പറ്റിയേക്കും. ഞാൻ മിനിമം ചെയ്യാൻ പറയുന്നത് ആ ഗോൾ കീപ്പർ ഒന്ന് ടെസ്റ്റ് ചെയ്യിക്കുന്ന ഒരു ഷോട്ടെങ്കിലും ഓപ്പൺ പോസ്റ്റുള്ള സമയത്ത് എടുക്കണം. അതില്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. അതിൽ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ പുള്ളി ആ ചാൻസ് മിസ് ചെയ്തു. അതിനുശേഷം 1-2 ചാൻസുകൾ സിറ്റിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒമർ മാർമുഷിന്റെ പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ വന്നിട്ടില്ല. പുള്ളിയുടെ സൈഡിൽ നിന്ന് ഒരു ആവറേജ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. ഇവിടെ വാഡിയോളിന് ഒരു ഹാഫ് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെർണാഡോ സിൽവക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ സിറ്റിയെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡോടെ ആർസണൽ മുമ്പിൽ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി 55-ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ ചാൻസ് മാഞ്ചസ്റ്റർ സിറ്റി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ സവീഞ്ഞോയുടെ പെർഫോമൻസ് ഹൈലൈറ്റ് ചെയ്യണം. പുള്ളി ഇന്ന് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. 1-2 കിടിലം ക്രോസുകളൊക്കെ ബോക്സിൽ എത്തിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞു. അങ്ങനെ ലെഫ്റ്റ് വിങ്ങിലൂടെ വന്നിട്ടുള്ളൊരു ബോള് റൈറ്റ് വിങ്ങിലുള്ള ഒരു പ്ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. സവീഞ്ഞ ഈ ബോൾ റിസീവ് ചെയ്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രോസ് ഹാലണ്ടിന്റെ തലയെ ലക്ഷ്യമാക്കി ഇട്ടു കൊടുത്തു. ഹാലണ്ട് നല്ല ഹൈറ്റിൽ ചാടി ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹെഡർ ആയിരുന്നു. റായ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1-1 സിറ്റി കളിയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കളി സ്ട്രോങ് ആകാൻ പോകുന്നു. 2 ടീമുകളും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പക്ഷെ പിന്നെ ആർസണൽ ആ ഗിയർ അങ്ങോട്ട് മാറ്റി. ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് 4th ഗിയറിലേക്ക് പോയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. വിത്തിൻ 1 മിനിറ്റ്, സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു 5 മിനിറ്റ്സ് ബോൾ ഹോൾഡ് ചെയ്യുക, മിസ്റ്റേക്കുകളൊന്നും കൊടുക്കാതിരിക്കുക. കാരണം ഓപ്പോസിഷൻ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്യും. അവരുടെ ഒരു ഗോൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഫോഡന്റെ ഒരു ബ്ലണ്ടർ വരുന്നത്. മിഡ്ഫീൽഡിലേക്ക് പുള്ളി പാസ് ചെയ്യാണ്. ഡയറക്റ്റ് ആയിട്ട് തോമസ് പാട്ടയുടെ കാലിലേക്കാണ് പുള്ളി ഇട്ട് കൊടുത്തത്. പാട്ട ഒരു ടച്ച് എടുത്ത് 18 യാർഡ് ബോക്സിലേക്ക് വരുന്നു. പുള്ളി ഓപ്ഷന് അവൈലബിൾ ആണോ എന്ന് നോക്കി, പക്ഷേ ആരും ആ സമയത്ത് അവൈലബിൾ ആയിരുന്നില്ല. അങ്ങനെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എടുത്തു. അവിടെ ജോൺ സ്റ്റോൺസിന്റെ ദേഹത്ത് തട്ടി ഡിഫ്ലക്ട് ആയിട്ട് ലെഫ്റ്റ് വിങ് കോർണറിലേക്കാണ് ആ ബോൾ പോയത്. അങ്ങനെ വിത്തിൻ 1 മിനിറ്റ് ആർസണൽ 2-1 ആ ഒരു ലീഡുമായിട്ട് കളിയിലേക്ക് തിരിച്ചു വന്നു.
ഇവിടെ ഒർട്ടേഗയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി ഇന്ന് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ പൊസിഷനിങ് പ്രശ്നമാണ്. ബോള് സ്റ്റോപ്പ് ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോട്ടൊക്കെ പുള്ളിയുടെ കൈ തട്ടി അകത്തേക്ക് കയറി. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ പുള്ളിയുടെ സൈഡിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആർസണലിന്റെ യങ്സ്റ്റേഴ്സ് കയറി സ്കോർ ചെയ്യുന്ന ചാൻസുകളാണ്. ഇവിടെ ലൂയിസ് സ്കെലിയുടെ കാര്യം പറയണം. സ്കെലി ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് 60-ാം മിനിറ്റിൽ ഒരു ബോളുമായിട്ട് വരുന്നു. പുള്ളി ഒരു ടച്ച് എടുത്തിട്ട് ഒരു കേർവിംഗ് ഷോട്ട് അകത്തേക്ക് അടിക്കുന്നു. ഓർട്ടേഗ സേവ് ചെയ്യേണ്ട ഒരു ഷോട്ടായിരുന്നു. പക്ഷെ അതിന്റെ പവറും ഡയറക്ഷനും കൊണ്ട് പുള്ളിയുടെ കൈ തട്ടി ബോൾ പോസ്റ്റിലേക്ക് എത്തി. അങ്ങനെ ലീഡ് 3 ഗോളിലേക്ക് പോയി. പിന്നീട് കായ് ഹവേർട്സിന് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി. കിടിലൻ ചാൻസ് ആയിരുന്നു. അതും എനിക്ക് തോന്നുന്നു ഒരു ബ്രില്യൻ ഷോട്ടാണ് റൈറ്റ് വിങ്ങിൽ നിന്ന് ഹാവേർട്സ് എടുക്കുന്നത്. ലീഡ് 4 ഗോൾ എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ആ സമയത്തൊക്കെ പെപ്പിന്റെ ഫേസ് ഒക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. പുള്ളിക്ക് ഈ ഡിഫൻസിനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഇഞ്ചുറി ടൈമിലേക്ക് പോയി. ഇഞ്ചുറി ടൈമിൽ മറ്റൊരു ഗോള് വരുന്നു. ആ ഗോളൊക്കെ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്ത പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എന്നേരി റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു കേർവിംഗ് ഷോട്ട് അടിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. അത് കേർവ് ചെയ്തിട്ട് അകത്തേക്ക് എത്തുകയും ചെയ്തു. ഒട്ടേക പലപ്പോഴും നോക്കി നിൽക്കുന്നു എന്നല്ലാതെ പുള്ളി ചാടാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെയാണ് പല ഷോട്ടുകളും പോസ്റ്റിലേക്ക് എത്തിയത്. ഡിഫൻസ് ആണെങ്കിൽ ആരെയും മാർക്ക് ചെയ്യുന്നില്ല, ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. ഓപ്പൺ ആയിട്ട് സ്കോർ ചെയ്യാനുള്ള ഒരുപാട് ചാൻസുകൾ ആർസണലിൽ കിട്ടുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സലീബി ആയാലും ഗബ്രിയ ആയാലും ഹാളിനെയൊക്കെ ഒരുപാട് ട്രോൾ ചെയ്യുന്ന പോലത്തെ ഇൻസിഡന്റ് ഒക്കെ ഇന്നുണ്ടായിരുന്നു. റൈറ്റ്ലി സോ, അവര് കഴിഞ്ഞ മത്സരത്തിന് ഏറ്റിട്ടുള്ള ആ ഒരു റെസ്പോൺസ് നല്ല രീതിയിൽ തന്നെ കൊടുത്തു എന്ന് പറയേണ്ടി വരും. എന്തായാലും വളരെ വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിഫീറ്റ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് ഫേസ് ചെയ്യേണ്ടി വന്നത്. പ്ലേയേഴ്സിന്റെ കാര്യം എനിക്ക് തോന്നുന്നു സവീഞ്ഞോ, വാർഡിയോൾ അല്ലെങ്കിൽ ഒരു പരിധി വരെ ഹാലണ്ട്, ഈ 3 പ്ലേയേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോവച്ചിച്ചും ബെർണാർഡോ സിൽവ അടങ്ങുന്ന മിഡ്ഫീൽഡ് തീരെ വർക്കൗട്ട് ആയില്ല. ഫോർഡിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നു. ഡിഫൻസ് ഒക്കെ ആവറേജ്, ബിലോ ആവറേജ് പെർഫോമൻസ് മാത്രമാണ് കണ്ടത്. ഗോൾ കീപ്പർ ആണെങ്കിൽ ഒരു പെർഫോമൻസ് ഇന്ന് കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും മോശപ്പെട്ട ഒരു ഓവറോൾ പെർഫോമൻസ് ആണ് സിറ്റിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ആർസണൽ ആ ഒരു ടൈറ്റിൽ ചലഞ്ചിലേക്ക് തിരിച്ചു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റില്ല. ലിവർപൂളിന് ഒരു മാച്ച് ഇൻ ഹാൻഡ് ഉണ്ട്. 6 പോയിന്റിന്റെ ലീഡ് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ ഈ എനർജി മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.